ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയാലോ? ഒരു 4 പീസാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തു. സ്പീഡിൽ കാണിക്കുക കേട്ടോ. എന്നിട്ട് ഏതെങ്കിലും കളർ എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചുറ്റി എടുക്കണം. ഒരു 4 പീസും അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം 4 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചുറ്റി സൂപ്പർ ഗ്ലൂ വെച്ച് ഗണ്ണ് വെച്ച് ഒട്ടിച്ച് 4 പീസും ഇങ്ങനെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത ശേഷം 4 പീസ് സെറ്റാക്കി കണ്ടല്ലോ. 4 പീസ് സെറ്റാക്കി ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അളവ് വട്ടം വരയ്ക്കുക. വട്ടം വരച്ച ശേഷം കട്ട് ചെയ്തെടുക്കണം. ആ 4 പീസ് കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്തു. അതിനകത്ത് ഗ്ലൂ ഒട്ടിച്ചിട്ട് ഏത് കളർ എടുത്തോ ആ കളർ വെച്ച് റൗണ്ട് ചെയ്ത് വീണ്ടും ബസ വെക്കണം, അല്ലെങ്കിൽ അത് പറഞ്ഞു പോരും. അത് പറ്റി ഉണ്ടോ ഇങ്ങനെ കുറേശ്ശെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ഫുള്ള് റൗണ്ട് ആക്കുക. അവസാനം ഈ പരുവത്തിന് എന്നിട്ട് അതിലോട്ട് കയറ്റി മുമ്പ് ഉണ്ടാക്കി ആ റൗണ്ട് കയറ്റി ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഒട്ടിക്കുക, നല്ല ടൈറ്റായിട്ടിരിക്കുക ഇത്. എന്നിട്ട് വേറെ നമ്മൾ കളഞ്ഞൊരു പൈപ്പ് ഉണ്ടല്ലോ, ബോർഡ്, അതിന് മുമ്പേ ഇത് ഗ്ലൂ ഒട്ടിച്ചിട്ട് ഒരു ഇത് ഒട്ടിക്കുക. ഗോൾഡൻ ഡെക്കറേഷൻ ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചിങ്ങനെ എടുക്കുക. നല്ല ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പല ഡിസൈൻ നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത്. ആ പൈപ്പ് മുമ്പ് ഒട്ടിച്ച പൈപ്പില്ലേ, അതിൻ്റെ അടിയിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ശേഷം ഗണ്ണ് വെച്ച് ഒട്ടിച്ചിട്ട് അടിവശം കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത ശേഷം ഒരു സൈഡിലോട്ട് ഗ്ലൂ പേസ്റ്റ് ചെയ്ത് ആ കളർ വെച്ച് ഇങ്ങനെ റൗണ്ട് ചുറ്റിയെടുക്കുക. പെട്ടെന്ന് ചുറ്റിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യണേ, അല്ലെങ്കിൽ അഴിഞ്ഞു പോകാനുള്ള സാധ്യത. അവസാനം ഇതുണ്ടോ ഈ പരിപാടി. എന്നിട്ട് അതേലും ആ ഗോൾഡൻ മൊത്തം ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് മേളിലായിട്ട് വെക്കുന്ന പരുവത്തിൽ മേളിൽ ഇച്ചിരി പശ കൊടുത്തിട്ട് താഴെ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് കുറേ ഒരു ചെറിയ വെള്ള പേപ്പറോ എന്തെങ്കിലും കാർഡ്ബോർഡ് പേപ്പറോ സാധാ പത്ര പേപ്പറോ ഒക്കെ എടുത്തിട്ട് നമുക്ക്, ഞാൻ വെള്ള പേപ്പർ എടുത്തത്, വെള്ള പേപ്പർ വെച്ചിട്ട് ഈ ചെവിക്കുത്തി ഉണ്ടല്ലോ, ചെവിക്കുത്തിയായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറെ ഈർക്കിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് അവനവൻ്റെ ഐഡിയ പോലെ ഒട്ടിച്ച് കൊടുത്ത ശേഷം ഇത് നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. ഒട്ടിച്ച് വെച്ച് നല്ല വെള്ളത്തിനിരിക്കും. എന്നിട്ട് അത് മറ്റേ നൂല് വെച്ച് ഗ്ലൂ സൈഡിൽ കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ പടപടാന്ന് ചെയ്തെടുക്കണേ. അത് എല്ലാവരോടും പറയണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങേ സൈഡ് അതുപോലെ തന്നെ റൗണ്ട് ചെയ്തെടുക്കണം. ഒറ്റെടുക്കുക. എന്നിട്ട് വളച്ചെടുക്കണം. ഇതുപോലെ തന്നെ ഞാൻ കാണിക്കുന്ന പോലെ വളച്ചെടുക്കണേ. എന്നിട്ട് ഗണ്ണ് വെച്ച് ഒട്ടിച്ച് ഗ്ലൂ പോലെ കുറച്ച് നൂലാക്കി പൂ പോലെ ഒട്ടിച്ചെടുക്കണേ. ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ ഒട്ടിച്ചടിച്ച് പൂ പോലെ ആക്കി എടുക്കുക. 4-5 പൂക്കൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് നടുക്ക് തന്നെ സെൻറ്റർ എന്തെങ്കിലും ഡിസൈൻ, ഇഷ്ടമുള്ള ഡിസൈൻ, ഞാനിപ്പോൾ ഇതാണ് ചെയ്യുന്നത്, ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കുക. ഈ ഡിസൈനാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഒട്ടിച്ചെടുക്കും. ഞാനിപ്പോൾ ആ മുത്ത് കൊണ്ട് തന്നെ ഒട്ടിച്ചൊട്ടിച്ച് ഒരു ബോൾ പോലെ ആക്കി അതുപോലെ 3-4 ഉണ്ടാക്കി എടുത്തിട്ട് മറ്റേ ഹാങ്ങിങ് ടൈപ്പ് ഇങ്ങനെ തൂക്കി പിടിക്കുന്ന രീതിയിൽ സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ ഗ്ലൂ വെച്ച് അപ്ലൈ ചെയ്യുക.
എന്നിട്ട് ഓരോ 4 കപ്പിൻ്റെ ഉണ്ടാക്കിയ 4 കപ്പിൻ്റെയും നടുക്കൂടെ ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് ഒട്ടിച്ച് വെക്കണം. കൈപ്പിടിയിൽ അവിടെ ഒന്ന് ഒട്ടിച്ചു, അതുപോലെ തന്നെ ഇപ്പുറത്തൊട്ടിച്ചു. ഓരോന്നിനുമേ ഒട്ടിച്ചൊട്ടിച്ചെടുക്കണം. സമയം കളയുമായിട്ടാണ് ഒരു പീസ് ഉണ്ടാക്കി കാണിച്ച് ഒട്ടിച്ച്. എങ്ങനെയുണ്ട്, ഭംഗിയില്ലേ? എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടിപൊളിയല്ലേ? ഇനി കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ബായ്.